ഇന്നത്തെ നമ്മുടെ യാത്ര എറണാകുളം പള്ളിമുക്കിലുള്ള ഇലക്ട്രോണിക് സിറ്റിയിലേക്കാണ്. നമ്മൾ അതിനെതിരെ ഓടിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ അടുത്ത് തന്നെ എല്ലാ സാധനങ്ങളും ആക്സസറീസും കിട്ടുന്ന കടകൾ ഈ ഇലക്ട്രോണിക് സിറ്റിയിലുണ്ട്. വണ്ടികളുടെ അകത്ത് വെക്കുന്ന എല്ലാ ലൈറ്റുകളും ഇവിടെ ഉണ്ടോ? മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക്കിനനുസരിച്ച് വർക്ക് ചെയ്യും, ഇല്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഓട്ടോമാറ്റിക് സെറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യും. മ്യൂസിക് ഒന്നും ആവശ്യമില്ല. മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക്കിനനുസരിച്ച് വർക്ക് ചെയ്യും. ഇതാണ് ലേസർ. ഇതിനകത്ത് 1 സിംഗിൾ ഹെഡ് ഉണ്ട്, 2 ഹെഡ് ഉണ്ടോ, 4 ഹെഡ് ഉണ്ടോ, 6 ഹെഡ് ഉണ്ടോ, പിന്നെ 8 ഹെഡ് ഉണ്ടോ. ഇതിനകത്ത് 4 ഹെഡ് ആണെങ്കിൽ നല്ല മൂവ്മെൻറ്റ് മോഡലാണ്, കൂടുതൽ പോകുന്ന മോഡലാണ് 4 ഹെഡ്. ഇതിനകത്ത് മൾട്ടി കളറാണ്. ഹെഡ് തന്നെ ലെൻസ് തന്നെ എല്ലാ കളേഴ്സും ഉണ്ടാവും. ഇതാണ് 2 ഹെഡ് ഇപ്പോൾ കിടക്കുന്നതാണ് ഇത്. പിന്നെ ഇതിനകത്ത് 4 ഹെഡ് ഉണ്ടാവും, 6 എല്ലാം ഉണ്ടാവും. ഇതാണ് സ്മോക്കർ. ഇത് വിത്ത് LED ആണ്. ഇതിനകത്ത് 400 വാട്ട് ഉണ്ട്, 500 വാട്ട് ഉണ്ട്, 700 വാട്ട് ഉണ്ട്, 900 വാട്ട്സ് ഉണ്ട്, 1500 വാട്ട്സ് ഉണ്ട്. പക്ഷേ വണ്ടിനകത്ത് വെക്കാൻ 400 വാട്ട് ഇല്ലെങ്കിൽ 500 വാട്ട് പറ്റുള്ളൂ. ഇല്ലെങ്കിൽ വണ്ടിനകത്ത് വലിയ ഇൻവെർട്ടർ വെക്കേണ്ടി വരും. ഇൻവെർട്ടർ ഇല്ലെങ്കിൽ ഇത് വർക്കില്ല. വിത്ത് ഇൻവെർട്ടറാണ്. ഇതിന് സംഭവം വിത്ത് റിമോട്ടാണ്. റിമോട്ട് ഇതിനകത്ത് ഉണ്ടാവും. ഇത് റിമോട്ടിനനുസരിച്ച് വർക്ക് ചെയ്യാനാണ്. ഇതിൻ്റെ റിമോട്ടാണ്. അവർ നമുക്ക് വേണ്ടി ഡെമോ മുഴുവൻ കാണിച്ചു തരും കേട്ടോ. ഇതാണ് കാൻഡിൽ ബൾബ്, ഫിലമെന്റ് ബൾബാണ്. ഇതിനകത്ത് കുറേ സൈസ് ഉണ്ട്, ചെറുത്, വലുത്, മീഡിയം. ഇത് ഈവെന്റ് വർക്കിനകത്ത് യൂസ് ചെയ്യാനാണ്. ഇതാണ് കാൻഡിൽ ബൾബ്, ഈവെന്റ് പരിപാടിനകത്ത് യൂസ് ചെയ്യാൻ വേണ്ടി. ഇതാണെങ്കിൽ ഏകദേശം വലിയ ബൾബാണെങ്കിൽ 130 രൂപ വില വരും. ഇതാണെങ്കിൽ 100 രൂപ വില വരും. ഇതാണെങ്കിൽ 38 രൂപ വില വരും. ഇതാണെങ്കിൽ ഇവൻറ്റിനകത്ത് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ വണ്ടിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ബസ്, ട്രാവലർ അങ്ങനത്തെ വണ്ടിനകത്ത് ഫിറ്റ് ചെയ്യുന്ന സംഭവമാണ്. ഇതാണെങ്കിൽ കറങ്ങുന്നതാണ് സംഭവം. ഇതിനകത്ത് ലേസർ ഉണ്ട്, ഫ്ലാഷർ ഉണ്ട്, ബീമുണ്ട്, എല്ലാം ഉണ്ട്. ഇതിൻ്റെ ഏകദേശം വില വരുമ്പോൾ 13 രൂപ വില വരും. ഇതാണെങ്കിൽ 17 രൂപ വില വരും. ഇതാണെങ്കിൽ 14 രൂപ വില വരും. ഇതാണെങ്കിൽ 13 രൂപ വില വരും. പിന്നെ ഇതിനകത്ത് ഇതാണ് ഫ്ലാഷർ, ലേസർ എല്ലാം ഉൾപ്പെടെ 7-in-1 ആണ്. ഇതാണെങ്കിൽ 7 രൂപ വില വരും. ഇതാണ് ബട്ടർഫ്ലൈ, ഇപ്പോൾ ലേറ്റസ്റ്റ് പുതിയ മോഡലാണ്, നല്ല മൂവ്മെൻറ്റ് മോഡലാണ്. ഇതാണെങ്കിൽ ഏകദേശം 8 രൂപ വില വരും ഈ മോഡലിന്. ബട്ടർഫ്ലൈ മോഡലാണ്. പിന്നെ ഇതിൻ്റെ മേലെ ബാർ ലൈറ്റ് ഉണ്ട്. ഈ ബാറാണ് നല്ല വണ്ടിനകത്ത് ബാക്ക് സൈഡിനകത്ത് പിടിപ്പിക്കാനും സംഭവമാണ്. ഇത് നല്ല മൂവ്മെൻ്റ് ആണ്. ഇതാണെങ്കിൽ 7,500 വില വരും ഈ സംഭവം ബാർ ലൈറ്റിന്. ബട്ടർഫ്ലൈയുടെ പ്രത്യേകത എന്താണ്? ഈ ഇപ്പോൾ വണ്ടിനകത്ത് സെൻറ്ററിനകത്ത് വെച്ചിട്ട് കഴിഞ്ഞാൽ ഇത് തലയടിക്കും. ഇപ്പോൾ സെൻറ്ററിനകത്ത് കുറച്ച് ഇപ്പോൾ ട്രെൻഡ് കുറവാണ്. ഇപ്പോൾ ഇത് വണ്ടിൻ്റെ അറ്റം ബാക്ക് സൈഡിനകത്ത് വെച്ചിട്ട് കഴിഞ്ഞ് ഇത് മൊത്തം വണ്ടിനകത്ത് ഫുൾ ഇഫക്റ്റ് കിട്ടും, ഫുൾ ലേസർ കിട്ടും, നല്ല ഇഫക്റ്റ് കാണും ഇതിനകത്ത്. ഇതാണ് ഹോർൺ ലിവർ വണ്ടിയിൽ നിന്ന് പിടിപ്പിക്കാൻ. ഇതാണെങ്കിൽ ഏകദേശം 160 രൂപ. ഇതാണ് ബസ് ബോഡി ബിൽഡേഴ്സിന് ഐറ്റം. ബസ്സിനകത്ത് എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്ന ലൈറ്റ്. ഇത് ഇൻഡിക്കേറ്റർ ലൈറ്റ്, പാർക്കിംഗ് ലൈറ്റ്, സൈഡ് ക്വാർട്ടർ ഗ്ലാസ് ലൈറ്റ്. ഇതാണ് വണ്ടിനകത്ത് യൂസ് ചെയ്യാൻ. മറ്റേ ഇപ്പോൾ ഇൻറ്റീരിയർ ഡിസൈൻസ്, ലൈറ്റ് റണ്ണിങ് ഓടി കത്തിക്കാൻ, അങ്ങനെ ചേസേഴ്സ് ഐറ്റംസ്, ബജർ ഐറ്റം. പിന്നെ ഇതാണ് ഹെഡ്ലൈറ്റ് ബൾബ്. ഇത് LED ആണ്. ഇതിനകത്ത് 200 വാട്ട്, 250 വാട്ട്, 300 വാട്ട് എല്ലാ ഐറ്റംസ് ഉണ്ട്. 3 കളറുണ്ട്, സിംഗിൾ കളറുണ്ട്, വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്. ഇതുണ്ട് സ്വിച്ചസ് ഐറ്റം ഉണ്ട്. ഇത് ഫ്യൂസ് ഐറ്റംസ് ഉണ്ട്. ഇതാണ് ക്ലിപ്പ് ഐറ്റംസ്. ഇതാണ് മൊബൈൽ വണ്ടിനകത്ത് വെക്കുന്ന ചാർജർ സോക്കറ്റാണ്. ഇതിനകത്ത് DC ലൈനാണ് വണ്ടിനകത്തെങ്കിൽ. ഈ സൈഡ് ബാക്ക് സൈഡ് 2 വയറുണ്ടാവും. ഇത് ഡയറക്റ്റ് 12 വോട്ടിനകത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ 24 വോട്ടിനകത്ത് കൊടുത്താൽ മതി. ഡയറക്റ്റ് അവിടെ മൊബൈൽ കേബിൾ കൊടുത്തിട്ട് കഴിഞ്ഞാൽ മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് 3, 4, 5, 6 മോഡൽസ് ഉണ്ട്. ഇതിനകത്ത് C പോർട്ട് ഉണ്ട്, USB ഉണ്ട്. ഇതാണ് ഷട്ടർ ടൈപ്പ് ഉണ്ട്, സേഫ്റ്റിയാണ്. ഇതാണ് ഇവൻറ്റ് വർക്ക്, ലൈറ്റ് ആൻഡ് സൗണ്ട് ഇവൻറ്റ് വർക്കിനകത്ത് യൂസ് ചെയ്യാൻ. സ്റ്റേജിനകത്ത് വെക്കാണ്, പ്രോഗ്രാമാണ്. ഇതാണെങ്കിൽ 30 വാട്ടുണ്ട്, 50 വാട്ടുണ്ട്, 10 വാട്ട്സ് ഉണ്ട്, 70 വാട്ട്സ് ഉണ്ട്. ഇത് നല്ല LX ബ്രാൻഡിനെയാണ്. ഇതിൻ്റെ ഏകദേശം വില വരുമ്പോൾ 1000 രൂപ വില വരും. ഇതാണെങ്കിൽ 850 രൂപ വില വരും.
ഇതാണ് ഫോക്കസ് ലൈറ്റ്, ഫ്ലഡ് ലൈറ്റ് ആണ്. ഫ്ലഡ് ലൈറ്റ് ആണെങ്കിൽ ഇതിനകത്ത് 200 വാട്ട്, 100 വാട്ട്, 50 വാട്ട്, 30 വാട്ട് അങ്ങനെ പറയുന്നുണ്ട്. ഇതിനകത്ത് കളേഴ്സ് പറയുന്നുണ്ട്, വാമ, ഗ്രീന്, വൈറ്റ്, അംബർ, അങ്ങനെ ഇതിനകത്ത് കുറേ കളേഴ്സ് പറയുന്നുണ്ട്. ഇത് ഇവന്റ് വർക്കിനകത്ത് ഇല്ലെങ്കിൽ ഹെവി കൺസ്ട്രക്ഷൻ വർക്കിനകത്ത് യൂസ് ചെയ്യുന്ന സംഭവമാണ് ഇത്. ഇതാണ് പാർ ലൈറ്റ്, സ്റ്റേജ് വർക്ക് മൾട്ടി കളറാണ് പാർ ലൈറ്റ്. ഇത് ബിഗ് ഡിപ്പർ, മെക്സ് അങ്ങനെ കമ്പനിനകത്താണ്, മൾട്ടി കളറാണ് ഇത്. ഇതിന് LED വരുന്നുണ്ട് 56 LED ആണ് മൾട്ടി കളേഴ്സ്. ഇതിന് വില വരുന്നുണ്ട് 1350 രൂപ. ഇത് നമുക്ക് വീഡിയോയിൽ വെക്കാൻ പറ്റുമോ? വീടിനകത്ത് ചെറിയ സൈസ് ആണെങ്കിൽ വീടിനകത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വലിയ സൈസ് ആണെങ്കിൽ ഗ്രൗണ്ട് ഇവന്റ് വർക്കിനകത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് വരുന്നത് പ്രൈസ് വരുന്നതാണെങ്കിൽ ഈ ലൈറ്റിന് പ്രൈസ് വരുന്നുണ്ട് 1200, 200 വാട്ടിന് 100 വാട്ടിന് 850 രൂപ വില വരുന്നുണ്ടോ. 50 വാട്ടാണെങ്കിൽ 650 രൂപ വില വരുന്നുണ്ടോ. 30 വാട്ടാണെങ്കിൽ 550 രൂപ വില വരുന്നുണ്ട്. ഇത് 2 വീലേഴ്സ്, 4 വീലേഴ്സ്, ഹെവി മോട്ടോർ വെഹിക്കിൾസിനകത്ത് വെക്കാണ്. എക്സ്ട്രാ ഫോഗ് ലാമ്പാണ്. ഇതിനകത്ത് വൈറ്റ് കളർ ഉണ്ട്, യെല്ലോ ഉണ്ട്, എല്ലാ കളേഴ്സ് ഇതിനകത്തുണ്ട്. ഇത് കാറ്, ബൈക്ക്, ഹെവി വെഹിക്കിൾസ്, ട്രക്കിനകത്ത് വെക്കാൻ എക്സ്ട്രാ ഫോഗ് ലാമ്പാണ്. വലിയ ഡൂം ടൈപ്പാണ് ഇത്. പിന്നെ ഇതേപോലത്തെ നല്ല വെളിച്ചം കിട്ടാൻ വേണ്ടി സ്ലിം മോഡൽസ് ആണ്. പിന്നെ 8 LED ഹെവി മോഡൽസ് ആണ്. ചെറിയ ഓട്ടോനകത്ത് വെക്കാൻ 8 LED, 9 LED, 12 LED അങ്ങനത്തെ സംഭവമാണ്. ഇതെല്ലാം വണ്ടീനെ വെക്കാൻ ഐറ്റംസ് ആണ്. ടോട്ടൽ വണ്ടീനെ വെക്കാൻ ഐറ്റമാണ്. പിന്നെ വണ്ടീനകത്ത് ഇന്റീരിയർ വയറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വയറാണ് ഇത്. ചെറിയ കമ്പി ഓറഞ്ച് വയറാണ്. 4mm, 5mm, 6mm അങ്ങനത്തെ. ഇതാണെങ്കിൽ 4mm വയറിന് വില വരുന്നുണ്ട് 280 രൂപ, 280 റുപ്പീസ്. ഫുൾ കോപ്പറാണ്, ഹെവി മെറ്റീരിയൽസ് ആണ് ഇത്. ഇതാണ് ഫാനിനകത്ത് 6 ഇഞ്ച്, 8 ഇഞ്ച്, 9 ഇഞ്ച്, 12 ഇഞ്ച് അങ്ങനെ സൈസ് വരുന്നുണ്ട്. ഇതിനകത്ത് ഒരു 7-8 ബ്രാൻഡാണ് നമ്മുടെ കയ്യിൽ. സൂപ്പർ ഉണ്ടോ, കോബ്ര ഉണ്ടോ, പോട്ടോ ഉണ്ടോ, റിമി ഉണ്ടോ, അങ്ങനത്തെ കുറേ കമ്പനി ഉണ്ടോ. ഇതിനകത്ത് 12 വോൾട്ട് ഉണ്ടോ, 24 വോൾട്ട് ഉണ്ടോ, വിത്ത് ഗ്യാരൻറ്റി ഉണ്ടോ, വിതൗട്ട് ഗ്യാരൻറ്റി ഉണ്ട്. നല്ല ഐറ്റമാണ്. സൗണ്ട് കുറവാണ്, കാറ്റ് കൂടുതലാണ്, സൂപ്പർ ഐറ്റമാണ്. റിമി നല്ല ഐറ്റമാണ്. ഇത് വണ്ടിയിൽ വെക്കുന്നതാണോ? വണ്ടിയിൽ വെക്കുന്നതാണ്. ബസ്, ഓട്ടോ, ട്രാവലർ, ട്രക്സ്, ഹെവി വെഹിക്കിൾ. ഇതെന്ത് വില വരുന്നത്? ഇതാണെങ്കിൽ 10 സെന്റിമീറ്റർ ആണ്. 10 സെന്റിമീറ്റർ ആണെങ്കിൽ 550 രൂപ വില വരും. 550 രൂപ. വെക്കാനുള്ള സംഭവം. നല്ല ക്രിസ്റ്റൽ ഡിസൈൻസ് ആണ്. ഇതിനകത്ത് ഒരു 7-8 കളേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ഇതാണ് 10 സെന്റിമീറ്റർ ആണ്. ഇതാണ് 5 ഇത് 10 ആണ്. ഇത് 15 ആണ്. ഇത് 20 സെന്റിമീറ്റർ ആണ്. ഇതാണ് ഫോഗ്ലം ചെറിയ സൈസ്. ഇതാണെങ്കിൽ 2 പീസിന് 200 വില വരും. ഇതാണ് ETS മോഡലാണ്. ഇതിന് വില വരുമ്പോൾ 450 രൂപ വില വരും ഒരു പീസിന്. സൂപ്പർ ബ്രൈറ്റ്നെസ് ആണ്, സൂപ്പർ ബ്രാൻഡിനെയാണ്, റാധെ ബ്രാൻഡിനെയാണ്. ഇതാണ് സ്ക്വയർ മോഡൽ. ഇത് നല്ല വെളിച്ചമുണ്ട്. ഇത് ഓസ്രം LED ആണ് ഈ ഫുൾ മോഡലിനകത്ത്. ഇതിന് വില വരുന്നുണ്ടോ 500 വില വരുന്നുണ്ടോ. പിന്നെ ഇതാണ് ഹൈ ബ്രൈറ്റ്നെസ് വിത്ത് ലെൻസ് ടൈപ്പ്. ഇതിന് വില വരുന്നുണ്ടോ 1200 രൂപ വില വരുന്നുണ്ടോ. പക്ഷേ ഇത് വണ്ടിനകത്ത് 8 അടിയിലെ ബമ്പറിനകത്ത് വെക്കാൻ ഫോഗ് ലൈറ്റ് ആണ്. ഈ എല്ലാ മോഡൽസ്, ഇത് മോഡൽസ് വണ്ടിൻ്റെ അടിയിലത്തെ ബമ്പറിനകത്ത് ഫിറ്റ് ചെയ്യുന്ന സൈസാണ്. ഇത് വിത്ത് ലെൻസ് ടൈപ്പാണ്. സൈഡിനകത്ത് DRL ഉണ്ടാവും, ബ്ലൂ കളർ, യെല്ലോ കളർ അങ്ങനെ DRLs ഉണ്ടാവും. പക്ഷേ ഇതാണ് വലിയ സൈസ്, ബിഗ് സൈസാണ്. ഇതിനകത്ത് സൈഡിനകത്ത് DRL ആണ്, സെൻറ്ററിനകത്ത് ഫോഗ് ലൈറ്റ് ആണ്. ഇതാണ് ചെറിയ സൈസ്, ഓട്ടോനകത്ത് ഫിറ്റ് ചെയ്യുന്നത്. ഇതിന് വില വരുന്നത് 200 വില വരുന്നുണ്ട്. ഇതാണ് വണ്ടിനകത്ത് യൂസ് ചെയ്യുന്ന സേഫ്റ്റിനനുസരിച്ച്. ഇതിനകത്ത് 2 ക്യാമറ ഉണ്ടാവും. ഒരു ഫ്രണ്ട് ആണ്, ഒരു ബാക്ക് സൈഡ് ആണ്. ഇതിനകത്ത് ഒരു മെമ്മറി കാർഡ് കയറ്റാൻ പറ്റും. സൈഡിനകത്ത് മെമ്മറി കാർഡ് ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതാണെങ്കിൽ ആക്സിഡൻറ്റ് അങ്ങനെ ഒന്നുമാണെങ്കിൽ നിങ്ങൾ സേഫ്റ്റി ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഒരു വയറിംഗ് ഉണ്ട്, 10 മീറ്റർ വയറിംഗ് ഉണ്ട്, വിത്ത് റിമോട്ട് ഉണ്ട്. നല്ല ക്ലാരിറ്റിയാണ്, 1080 ഫുൾ HD പിക്സൽ ക്ലാരിറ്റിയാണ് വരുന്നത്. പിന്നെ ഇതാണ് വണ്ടിയുടെ മിററാണ്. സൈഡ് മിറർ, ബാക്ക് സൈഡ് മിറർ, ഇന്റീരിയർ മിറർ. പിന്നെ ഇതാണ് വണ്ടിനകത്ത് ഫ്രണ്ടിനകത്ത് വെക്കുന്ന ഗ്രീൻ ലൈറ്റ് ആണ്. 4 വീലർ കാറിനകത്ത് വെക്കാണ് ഗ്രീൻ ലൈറ്റ് ആണ്. ഇതിന്റെ കളറാണ് മഞ്ഞ കളറാണ്. ഇതിനകത്ത് മൾട്ടി കളർ പറഞ്ഞു. ഇത് എവിടെ വെക്കുന്ന? ഇത് വണ്ടിനകത്ത് ഗ്രീനിനകത്ത് വെക്കാണ്. ഫ്രണ്ട് ഗ്രീനിനകത്ത് വെക്കണം. പിന്നെ ഇതാണ് വണ്ടിനകത്ത് വെക്കുന്ന മൗസ് ലൈറ്റ് ആണ്. ഇപ്പോൾ ഹമർ സ്റ്റൈലാണ് മൗസ് ലൈറ്റ്. വണ്ടിന്റെ മേലെ ടോപ്പിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹമർ ലൈറ്റ്.
ഇതാണ് ഇതിനകത്ത് സിംഗിൾ ക്യാമറ, ബട്ട് ഹിയർ 7 ഇഞ്ച് സ്ക്രീൻ ആണ്. ഇത് വണ്ടിനകത്ത് റിവേഴ്സ് മാത്രം നോക്കാൻ പറ്റുള്ളൂ, റെക്കോർഡിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് എന്ത് വില വരും? ഇതാണെങ്കിൽ ഏകദേശം 2500 വില വരും. 2600. ഇതിനാണെങ്കിലോ ഇതാണെങ്കിൽ ഏകദേശം നിങ്ങൾ 5 രൂപ വില വരും. 5 രൂപ നല്ല ക്വാളിറ്റി 1080 ഫുൾ ചൈനയാണോ ഇത് പ്രോഡക്റ്റ്? ഇതെല്ലാം മെയ്ഡ് ഇൻ ചൈന ഐറ്റംസ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നല്ല ഐറ്റം ആണ്, നോ കംപ്ലൈന്റ്. വാറന്റി ചെക്കിംഗ് വാറന്റി ഓൺലി ഉണ്ട്. ഇനി അങ്ങനെ കംപ്ലൈന്റ് ആണെങ്കിൽ ഞാൻ സപ്പോർട്ടീവ് സർവീസ് സപ്പോർട്ടിംഗ് ആണ്. ഇതാണ് വണ്ടിനകത്ത് വെക്കാൻ ക്രിസ്റ്റൽ DRL ആണ്. ഈ ട്രാവലർ കാറ് ഇതിനെ ഹെഡ്ലൈറ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിന് അകത്ത് ഫിറ്റ് ചെയ്യുന്ന ക്രിസ്റ്റൽ DRL ആണ്. ഇത് ഇൻഡിക്കേറ്റർ യെല്ലോ റണ്ണിങ് ആൻഡ് വൈറ്റ് DRL സ്റ്റിൽ മോഡ്. പിന്നെ ഇതാണ് ഈ മോഡലാണ് UFO ലൈറ്റ് ആണ്. UFO ലൈറ്റ് ആണെങ്കിൽ ഇത് വണ്ടിനകത്ത് മേലെ ഫിറ്റ് ചെയ്യണം, ഗ്ലാസിന് മേലെ ഫിറ്റ് ചെയ്യണം. ഇത് 5 പീസിന് സെറ്റ് വരുന്നുണ്ടോ? ഇതിനകത്ത് 3 പീസ് യെല്ലോ ആണ്, 2 പീസ് വൈറ്റ് കളർ വരും കോമ്പിനേഷൻ. ഇതാണെങ്കിൽ ഏകദേശം 800 വില വരും, 800 റുപ്പീസ്. ഇതാണ് ഫോർച്യൂണർ മിറർ. ഫോർച്യൂണർ മിറർ ആണ് പുതിയ മോഡൽ, ലേറ്റസ്റ്റ് മോഡലാണ് ഫോർച്യൂണർ മിറർ. ഇതാണ് ഫോർച്യൂണർ ലേറ്റസ്റ്റ് മോഡൽ. ഇത് നല്ല ഐറ്റം ആണ്, സൂപ്പർ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. ഇതിന് വില വരുന്നുണ്ടവർ 800 800 റുപ്പീസ് ഇതിന്റെ പ്രൈസ് ആണ്. യെസ്, ഹോൾസെയിൽ 800 റുപ്പീസ് ക്വാണ്ടിറ്റി പ്രൈസ്. ഇതാണ് ഓൾഡ് മോഡൽ ഫോർച്യൂണറിന്. ഇതാണ് ജനറേഷൻ ഫസ്റ്റ്, ഇതാണ് ജനറേഷൻ സെക്കൻഡ് മോഡൽ. ഇന്നോവയ്ക്ക് വെക്കാൻ പറ്റും. ഇന്നോവ എനി കാർ, ബട്ട് ദിസ് ഓൺലി ഫോർച്യൂണർ മോഡൽസ്. ഇതിന്റെ പേരാണ് ഫോർച്യൂണർ മോഡൽസ് മിറർ. പേരാണ്. പേരാണ്. ഏത് വണ്ടിയാണ് വണ്ടിനകത്ത് ഷൂട്ട് ചെയ്യാം, വലിയ വണ്ടി SUV വണ്ടിയാണ് ഫിറ്റ് ചെയ്യാം. ഇതാണ് ഓൾഡ് മോഡൽ. ഇതിന്റെ വില വരുന്നുണ്ടവർ 500 രൂപ, 500 റുപ്പീസ് ഓൺലി. ഇതാണ് എയർ ഹോൺ, ഇലക്ട്രിക് ഹോൺ ആണ്, എയർ ഹോൺ ആണ്. ഇതിനകത്ത് 2 മോഡലുണ്ടോ. ഇത് 3 പൈപ്പിനുണ്ട്, 5 പൈപ്പിനുണ്ട്, 6 പൈപ്പിനുണ്ടോ. പിന്നെ ഇതിനകത്ത് ഇതാണ് സിക്കാഡ. സിക്കാഡ ആണെങ്കിൽ നല്ല ബ്രാൻഡ് ഉണ്ടോ, പക്ഷെ ഇതിനകത്ത് വേറെ ബ്രാൻഡ്. ഇതാണ് സിക്കാഡ ബ്രാൻഡ്. ഇതിനകത്ത് വേറെ സ്റ്റേബിൾ ബ്രാൻഡിന്റെ സംഭവം ഉണ്ടോ, നല്ല റേഞ്ച് ഉണ്ടോ ഇവിടെ. കംഫർട്ടിന് സ്പീക്കർ, സ്പൈക്ക്, പിന്നെ കേദാറിന് ടോർച്ച്, എമർജൻസി ലാമ്പ്, പിന്നെ കമ്പ്യൂട്ടർ സ്പീക്കർ, സബിയോൺ, 2.1 സബ്രോണിക്സ്, പിന്നെ ഇതുപോലത്തെ വേറെ മൊബൈലിനൊക്കെ അഡാപ്റ്റർ, കാർ സ്റ്റീരിയോ, പിന്നെ ഫിലിപ്സിന് അയൺ ബോക്സ്, ഫിലിപ്സിന് മിക്സി എല്ലാം ഉണ്ട്. നമ്മളിൽ ഇതുണ്ട്, ഇത് നമ്മുടെ സൗണ്ട് ഇവൻറ്റ്സ്കാർ ഉപയോഗിക്കുന്ന LED ഇതുണ്ട്. പിന്നെ ബാക്കി ഇലക്ട്രോണിക്സ് ഐറ്റം ഉണ്ട്, ഫ്ലഡ് ലൈറ്റ് ഉണ്ട്, 100 വാട്ട് 200 വാട്ട്, പിന്നെ ഡ്രൈവ് ഉണ്ട്, സൗണ്ടിൻ്റെ എല്ലാ ഐറ്റം ഉണ്ട്, സൗണ്ട് ഇവൻറ്റ്സിൻ്റെ എല്ലാ ഐറ്റം. പിന്നെ ഇലക്ട്രോണിക്സ് നമ്മളെ ഈ ടോർച്ചും എമർജൻസിയും അങ്ങനെ ഐറ്റം ഉണ്ട്, എല്ലാ ഐറ്റം. ട്രിമ്മർ ഐറ്റം, ഹെഡ്ലൈറ്റ് ഐറ്റം ആണ്, LED ടോർച്ച്, ഹൈ ബ്രൈറ്റ്നെസ് ഉള്ള ഐറ്റം. LED TV, റേഡിയോ, ഹോം തിയേറ്റർ, ആംപ്ലിഫയറുകൾ, പിന്നെ ട്രോളി സ്പീക്കർ, സബ്വൂഫറുകൾ, വണ്ടിയിൽ വയ്ക്കുന്ന സബ്വൂഫർ, ഫാൻ, സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, പ്രൊജക്ടർ ഉണ്ട്. പിന്നെ ഹോം തിയേറ്റർ ഉണ്ട്, ടിവിയുടെ സ്റ്റാൻഡുകളുണ്ട്. റേഡിയോ, പഴയ റേഡിയോ ഒക്കെ എന്ത് വില വരും? ഈ റേഡിയോ പഴയ മോഡൽ ഒരു 600 രൂപയ്ക്കുള്ള റേഡിയോ ആണ്. പിന്നെ റേഡിയോ തന്നെ പല ടൈപ്പ് ഉണ്ട്. കമ്പ്യൂട്ടർ മോണിറ്റർ ഉണ്ട്. അത് കമ്പ്യൂട്ടർ മോണിറ്റർ ഉണ്ട്. ആകുമ്പോൾ 2500 തൊട്ട് മുകളിലേക്കുണ്ട്. ഇത് വീഗാർഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. പിന്നെ ഐബെൽ ഇറക്കുന്നതാണ്. കാസ്റ്ററിൻ്റെ റേഡിയോ ഉണ്ട്. പിന്നെ റേഡിയോസ്, ചെറിയ റേഡിയോ, വില കുറഞ്ഞ റേഡിയോ, 500 രൂപയുടെ റേഡിയോ, 400 രൂപയുടെ റേഡിയോ. ബ്ലൂടൂത്ത് സ്പീക്കറുകളുണ്ട്. ബ്ലൂടൂത്ത് സ്പീക്കറുണ്ട്.
പിന്നെ ബ്ലൂടൂത്ത് മൈക്രോഫോണുണ്ട്. ഓക്കെ, നമുക്ക് 24 ഇഞ്ച് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 5500 പ്രൈസ് വരുന്നത്. 5500 തൊട്ട് 24, 32, 43, 50, 55, 65, 75 ഇഞ്ച് വരെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് തന്നെ പല വേരിയൻ്റ് ഉണ്ട്. ആൻഡ്രോയിഡ്, ഗൂഗിൾ. ഈ 75-ൻ്റെ ഒക്കെ എത്ര പ്രൈസ് വരുന്നത്? 75 വരുമ്പോൾ 1 രൂപ റേഞ്ചൊക്കെ വരുന്നുണ്ട്. സ്റ്റാർട്ടിങ് എത്ര? 5500. അത് എത്ര ഇഞ്ചാ? അത് വരുമ്പോൾ 24 ഇഞ്ച്. 24 ഇഞ്ചില്ല. 24 ഇഞ്ചിൻ്റെ. അതിൻ്റെ നോർമലും ഉണ്ട്, ആൻഡ്രോയിഡും ഉണ്ട്. ആൻഡ്രോയിഡൊക്കെ വരുമ്പോൾ ഒരു 7500 റേഞ്ചൊക്കെ വരും. അതുപോലെ എല്ലാ സൈസിലും 32-ലാണെങ്കിൽ തന്നെ ആൻഡ്രോയിഡ്, നോർമൽ പല പല സീരീസ് ഉണ്ട്. കൂടിയ വേരിയൻറ്റും ഉണ്ട്, സാധാ മിഡ് റേഞ്ച് സാധനങ്ങളും ഉണ്ട്. 3 കൊല്ലം ഫുൾ വാറണ്ടി, പാനലടക്കം ഫുൾ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സെബ്രോണിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. സൗണ്ട് ബാർ, ട്രോളി സ്പീക്കർ, മറ്റെല്ലാ ഐറ്റംസും ചെയ്യുന്നുണ്ട്. ഇത് നമ്മളെ 32 ഇഞ്ചിലെ 3 ഇയർ വാറണ്ടി കൊടുക്കുന്ന ടി വിയാണ്. ആൻഡ്രോയിഡിന് ഫുള്ളി ആൻഡ്രോയിഡ് ടി വിയാണ്. വൈഫൈ, LGയുടെ IPS ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ആ പാനൽ ക്വാളിറ്റി നല്ലപോലെ ഉണ്ടാവും. എത്ര വാറണ്ടി? 3 കൊല്ലം. 3 കൊല്ലം ഫുൾ വാറണ്ടി, പാനലടക്കം ഫുൾ വാറണ്ടി. ഇത് നമ്മുടെ ഹോം തിയേറ്റർ സിസ്റ്റം 2.1, 5.1 അങ്ങനെ പല പല സീരീസ് വരുന്നുണ്ട്. പിന്നെ സൗണ്ട് ബാർ, കുറഞ്ഞ ബാർ തൊട്ട് ഡോൾബി അറ്റ്മോസ് ബാർ വരെ നമ്മളതിൽ വരുന്നുണ്ട്. 5.1, 5.2 അങ്ങനത്തെ എല്ലാ സൗണ്ട് ബാർ സിസ്റ്റം നമ്മളതിൽ വരുന്നുണ്ട്. സെബ്രോണിക്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ മോണിറ്റർ, ടവർ സ്പീക്കർ, ഇത് ടോയ്ലറ്റ് സ്പീക്കറൊക്കെ അത്യാവശ്യം ഓപ്പൺ സ്പേസിൽ പരിപാടികൾക്ക് ചെയ്യാൻ പറ്റിയതാണ്. ഇത് പാട്ട് പാടാനും പാട്ട് കേൾക്കാനും നല്ല രസമാണ്. ഇത് ചൈനയാണോ? ഇന്ത്യൻ മേഡാണ്. എല്ലാം ഇന്ത്യൻ മേഡാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാം ഇന്ത്യൻ മേഡാണ്. ഇന്ത്യയിൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇന്ത്യയിലെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. എല്ലാത്തിനും 1 ഇയർ വാറണ്ടി ഉണ്ട്. എല്ലാ സാധനവും അത്യാവശ്യത്തിന് എല്ലാത്തിനും 1 ഇയർ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫോണായിട്ടുള്ള ഹോം തിയേറ്റർ, സൗണ്ട് ബാർ എല്ലാത്തിനും 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. നമ്മളതിൽ ഇങ്ങനത്തെ കൂട്ടി വയർലെസ്, UHF മൈക്ക് പലതരത്തിലുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വയർലെസ് ആയിട്ട് ഏത് സാധനത്തിലും മൈക്ക് സ്പോട്ടിലുള്ള ഏത് സ്പോട്ടിലാണെങ്കിലും നമുക്ക് കുത്തി യൂസ് ചെയ്യാൻ പറ്റും. ഒരു 15 മീറ്റർ അകലത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. UHF മൈക്കാണ്, കൂടിയ മൈക്കാണ്, അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനമാണ്. അങ്ങനത്തെ മൈക്കുകൾ, സ്പീക്കേഴ്സ്. ഇത് വരുമ്പോൾ 1500 റേഞ്ച് വരുന്നുണ്ട്. 1500 എന്ന് വെച്ചാൽ പെർഫോമൻസ് ഉണ്ട്. UHF മൈക്കാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഇങ്ങനത്തെ കൂടിയ സെറ്റുകളിൽ കൊടുക്കുന്ന സാധനമാണ്. ഇത് കൺട്രോൾ ചെയ്ത് പാട്ട് പാടാനാണ്. ഇതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു ട്രോളിയാണ്. മെറ്റൽ 12 എന്ന് പറയുന്നത്. ഓപ്പൺ സ്പേസിൽ പാട്ട് പാടാൻ ഹെവി സാധനമാണ്. മെയിൻലി നമ്മൾ സെയിൽ ചെയ്യുന്നത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കാറിൻ്റെ ഓഡിയോ ആൻഡ് വീഡിയോ സിസ്റ്റംസ് ആണ്. കംപ്ലീറ്റ്ലി കാറിൻ്റെ ആൻഡ്രോയിഡ് പ്ലേയേഴ്സ്, ക്യാമറയുടെ DVR സിസ്റ്റംസ്, പിന്നെ സ്പീക്കേഴ്സ്, സബ് വൂഫേഴ്സ്, അതുപോലെ തന്നെ കാറിൻ്റെ ഡാഷ് ക്യാംസ്, ഇതെല്ലാമാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുള്ള ബിസിനസ് ഇവിടെ. കൂടുതലിപ്പോൾ എൻക്വയറി ആയിട്ടും പിന്നെ ട്രാവലറിലേക്കുള്ള സിസ്റ്റംസ്, അതായത് ആംപ്ലിഫയേഴ്സ്, സ്പീക്കേഴ്സ്, അത് എല്ലാ മൾട്ടി ബ്രാൻഡിൻ്റെ ഉള്ള എല്ലാ ബ്രാൻഡിൻ്റെ സിസ്റ്റംസും കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ഇത് തന്നെ BA സിസ്റ്റമാണ്. സ്പീക്കറും കാര്യങ്ങളൊക്കെ, സബ് വൂഫേഴ്സ്, പിന്നെ നമുക്ക് സ്റ്റാർട്ടിങ് സ്പീക്കർ തന്നെ 8 ഇഞ്ച്, പിന്നെ 10, 12, 15, 18, 21 ഇഞ്ച്. പിന്നെ നമുക്കെല്ലാം മിക്സേഴ്സാണ്. അത് 6 ചാനൽ, 8 ചാനൽ, 12 ചാനൽ, 16 ചാനൽ. പിന്നെ ആംപ്ലിഫയർ, PA ആംപ്ലിഫയർ, പവേഡ്. അത് തന്നെ നമുക്ക് സബിൻ്റെ 2 ആംപ്ലിഫയർ ഉണ്ട്. പിന്നെ നമുക്ക് ഇതാ തന്നെ 4 ചാനലും 2 ചാനലും ആംപ്ലിഫയർ. LED TV, ഹോം തിയേറ്റർ, ട്രോളി ബോക്സ്, ഓൾ ഐറ്റം സർവീസ് ഉണ്ട്. സെയിൽസ് ആൻഡ് സർവീസ്. ഹോം തിയേറ്റർ ഒക്കെ ഹോം തിയേറ്റർ ചെയ്യുന്നുണ്ട്, ചെയ്തു കൊടുക്കുന്നുണ്ട്. എറണാകുളത്ത് പള്ളിമുക്ക് എന്ന സ്ഥലത്ത് കുറേ അധികം ഇലക്ട്രോണിക്സ് കടകൾ കൂടിച്ചേർന്ന് ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഇലക്ട്രോണിക്സ് സിറ്റി. റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി കുറേ അധികം ഷോപ്പുകളുണ്ട് ഇവിടെ വന്ന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ അടിയിൽ കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ വീഡിയോ എനിക്ക് ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവുകയുള്ളൂ.